Hi friends, once again welcome back to T Blogs Meet in Urgis. Okay, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം. പുഷ്പ ഡിസംബർ 5 പുഷ്പ 2 ഇറങ്ങിയ ദിവസം. ഓക്കെ, വളരെ പത്തറ്റിക്ക എന്ന നിലയിൽ എനിക്ക് പറയാം. പുഷ്പ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ക്ലൈമാക്സ്, പുഷ്പയുടെ ക്ലൈമാക്സ്, അതായത് ആദ്യത്തെ പടമാണ് പറയുന്നത്. പുഷ്പയുടെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ അല്ലു അർജുൻ്റെ നമ്മുടെ ഫഫയുടെ ഒരു എൻട്രി വന്നപ്പോഴത്തേക്കാണ് ഇച്ചിരി കൂടി ഒരു എന്താ പറയുക, ഒരു വേറൊരു തട്ടിലോട്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് പുഷ്പ 2 വരുമ്പോൾ ഒരുമാതിരി ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ പോലെ വെറും ഒരു ടിപ്പിക്കൽ ഒരു വളരെ പത്തറ്റിക്കായിട്ടുള്ള ഒരു തെലുങ്ക് പടത്തിൻ്റെ ഒരു ഫോർമാറ്റിലോട്ടാണ് ഇത് പോയി നിൽക്കുന്നത്. എന്തോനാണോ എടുത്ത് വെച്ചേക്കുന്നത്. കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്, എന്നാൽ അടിപൊളിയായിട്ടുള്ള സീൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനൊരു പടത്തിൻ്റെ ആവശ്യകത ഇല്ലായിരുന്നു. അവർ 3 ഒക്കെ അനൗൺസ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ പടം എന്തോനാണോ കാണിച്ചു കൂട്ടി 6 ഭാഷകളിലൊക്കെ എടുത്തു വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ നോർത്ത് ഇന്ത്യൻസിനും അതുപോലുള്ളവർക്കൊക്കെ ഈ പടം വെറൈറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതി ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ മലയാളികൾക്കിടയിലും ഉണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഈ സിനിമ പരിപൂർണ പരാജയമായിരുന്നു. പരിപൂർണ പരാജയമെന്നല്ല, വളരെ പത്തറ്റിക്കായിരുന്നു. എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്. കഴിഞ്ഞ പുഷ്പ ഒരു അനുകരണം കൊണ്ടുവന്നു. നമ്മുടെ ലാലേട്ടൻ എന്നല്ല, ഒരു ചരിവിൻ്റെ അതൊരു സ്റ്റൈലായിട്ട് കൊണ്ടുവന്നു. ഇത്തവണ പുഷ്പ 2 ആയപ്പോഴത്തേക്കും ഡബിള് ചരിവായെന്ന് തോന്നുന്നു. ചരിഞ്ഞ് കഴിഞ്ഞ് പുള്ളിക്ക് നടക്കാൻ പയ്യ ചില സീനൊക്കെ കാണണം, എടുത്തിട്ട് തോട്ടെറിയാൻ തോന്നും. അപ്പോൾ ഓക്കെ, സ്മിത്ത് വർഗീസ് കാണുന്നവർ പോയി കണ്ടോ, നിങ്ങളുടെ പൈസ പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, സ്മിത്ത് വർഗീസ് ഫ്രം ടി ബ്ലോഗ് സൈനിങ് ഔട്ട്.